കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചു. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കോടതിയിലാണ് നടപടി. പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, വിശദാംശങ്ങൾ. നേരത്തെ ഈ കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിൽ BJPയുടെ പണമല്ലെന്നും വസ്തു വാങ്ങുന്നതിനായി കൊടുത്തുവിട്ട പണമാണ് കൊള്ളയടിച്ചതെന്നത് ഉൾപ്പെടെയുള്ളതാണ് EDയുടെ ഭാഷ്യം. എന്തായാലും പോലീസിന്റെ കണ്ടെത്തലുകളെ തള്ളിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ നേരത്തെ വ്യാപകമായി ആരോപിക്കപ്പെട്ട BJP ബന്ധം ഉൾപ്പെടെ മറച്ചുവെച്ചാണ് EDയുടെ കുറ്റപത്രം ഉണ്ടായിരുന്നത്. എന്തായാലും 23 പ്രതികൾ ഉൾപ്പെടെ ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. അന്ന് സമർപ്പിച്ച കഴിഞ്ഞ മാർച്ച് മാസം അവസാന വാരത്തിൽ 25-ാം തീയതിയോടുകൂടി സമർപ്പിച്ച കുറ്റപത്രമാണ് ഇപ്പോൾ കലൂരിലുള്ള PMLA സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതിയാണ്. PMLA കോടതി ആ കുറ്റപത്രം അംഗീകരിച്ചിരിക്കുന്നു. ഇതിൽ ബാക്കിയുള്ളത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ 23 പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടതി സമൻസ് അയക്കും. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവരോട് ഹാജരാകാനുള്ള തീയതി നിശ്ചയിച്ച് മറ്റു നടപടികളിലേക്ക്, അതായത് കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി ഇനി അതിവേഗത്തിൽ വിചാരണ നടപടികളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കോളിളക്കം ഉണ്ടാക്കിയ കൊടകരയിൽ വെച്ച് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി കൊണ്ടുവന്ന പണം കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് കേസ്. ആദ്യം പിന്നീട് സംസ്ഥാന പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ അന്വേഷിച്ചെങ്കിൽ പോലും അതിൽ കാര്യമായ ഏതെങ്കിലും തരത്തിൽ അത് പിന്നീട് ED ആ കേസ് അന്വേഷിച്ചു. പോലീസിന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളുന്ന രൂപത്തിലായിരുന്നു ആ കേസ് പിന്നീട് EDയുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ വന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഓഫീസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അത് തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് അല്ലെങ്കിൽ ചാക്കുകണക്കിന് പണം അങ്ങനെ എത്തിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ടാണ് EDയുടെ കുറ്റപത്രം. ആ കുറ്റപത്രം ഇപ്പോൾ PMLA കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതനുസരിച്ച് പ്രതികൾക്ക് സമൻസ് അയക്കാനും തീരുമാനമായിരിക്കുന്നു. ധന്യ.